ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അസിൻ സ്റ്റോറീസ്. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? നോമ്പൊക്കെ നല്ല റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞ് പോകുന്നതെന്ന് വിചാരിച്ചാണ്. ഇന്ന് ചിക്കൻ കടായിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ട്. കല്യാണ വീട്ടിൽ നിന്നും ഹോട്ടലിൽ നിന്നൊക്കെ നല്ല രുചിയോടെ കഴിക്കുന്നതാണ് കടായി ചിക്കന്. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണുക. പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് പറയണേ. അപ്പോൾ ചിക്കൻ കടായി ഉണ്ടാക്കാൻ ഞാൻ ഒരു 1/2 കിലോ ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തേക്കണേ. ഇനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പും പാകത്തിന് ഗരം മസാലയും, അതായത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കടായിലേക്കുള്ള മറ്റ് സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുക. ഇനി അടുത്തത് നമ്മൾ ചെയ്ത് വെക്കേണ്ടത് കുറച്ച് മസാല ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിയും 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും 1 ടീസ്പൂൺ നല്ല ജീരകവും ഒരു 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് അങ്ങനെ വറുത്തെടുക്കൊന്നും വേണം, എന്നാലും ഒരു 1/4 ഭാഗം വറുത്തെടുക്കും വേണം. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഒരു 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ലോണം വറുത്തിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കണം. അങ്ങനെ ചൂട് പോയതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കുക. ഇനി അതവിടെ നിൽക്കട്ടെ. അങ്ങനെ വേറൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാനുള്ള കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് മസാല പുരട്ടിയെടുത്ത ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കന് അങ്ങനെ ഒരുപാട് മുരിയൊന്നും വേണ്ട, ഷാലോ ഫ്രൈ ആയാൽ മതി. ഇപ്പോൾ ഞാനെടുത്ത മസാലയൊക്കെ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കുക. ഞാൻ എരിവും മസാലയൊക്കെ കുറക്കണതാണ്, ഒന്നാമത് നോമ്പല്ലേ. പിന്നെ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആണെങ്കിലും കൂടിയിട്ട് കഴിക്കണത് നമ്മളല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മുളകും മല്ലിയൊക്കെ കൂട്ടി കൊടുക്കുക. കാശ്മീരി ആകുമ്പോൾ ഒന്നും കൂടി കാണാനൊക്കെ ഒരു മൊഞ്ചുണ്ടാവും. അങ്ങനെ ഞാൻ ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കോരിയൊക്കെ തന്നെ ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ കട്ട് ചെയ്തതും 2 പച്ചമുളകും കൂടിയും ആ ഓയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമുളകിൻ്റെ പകരം നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ട് വെച്ചെങ്കിൽ ചേർത്ത് കൊടുക്കുക, അത് വേറൊരു ടേസ്റ്റാണ്. അങ്ങനെ അതും വഴറ്റിയിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കുക. ആ ഓയിൽ തന്നെ 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 1 വറ്റൽമുളക് ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 2 വലിയ സവാള ചെറുതാക്കി മുറിച്ചതും ചേർത്ത് വീണ്ടും വഴറ്റി സവാള ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കുക. പിന്നെ ഈ മസാലയിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റി ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഒന്നല്ലെങ്കിൽ 2 തക്കാളി മിക്സിയിൽ അടിച്ചതോ അല്ലാച്ചെങ്കിൽ ടൊമാറ്റോ സോസോ ചേർത്ത് അത് നിങ്ങളെ രുചിക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതും ചേർത്ത് നല്ലോണം വഴറ്റി നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച മസാല ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വേണ്ട എരിവിനനുസരിച്ച് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയോ ചേർത്ത് കൊടുക്കുക, നല്ല കളർ കിട്ടും. എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഞാനിപ്പോൾ ചേർക്കണില്ല. അങ്ങനെ മസാലയൊക്കെ ചേർത്ത് വഴറ്റി 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ കണ്ടിട്ട് ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും നമ്മൾ നേരത്തെ വഴറ്റി വെച്ച സവാളയും പച്ചമുളകും ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടെ ഒന്ന് വിതറി കൊടുക്കുകയാണ്. ഇനി ലാസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ നമ്മൾ ഉഷാറ് ചിക്കൻ കടായി റെഡിയായി. നമ്മൾ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവയിൽ എത്ര പെട്ടെന്നാണല്ലേ ചിക്കൻ കടായി റെഡിയായത്. കാണാൻ കുറച്ച് മൊഞ്ച് കുറവാണെന്നേ ഉള്ളൂ, കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഈ റമദാനിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്, എല്ലാത്തിനും ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളൊരു വട്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് താഴത്തൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പുതുതായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് വെച്ചെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കോൺ അമർത്തിയിട്ട് ഓൾ ഓപ്ഷനാക്കി വെക്കാനും കൂടി മറന്നു പോവല്ലേ. അപ്പോൾ അടുത്തൊരു ഉഷാറ് വീഡിയോ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു അലൈക്കും.